കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ കുടുംബമായി വന്ദനം ചെയ്യുന്നു. Amen. We greet you all in the name of our Lord Jesus Christ as a family. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഒരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ ഭാഗവാക്കാകുവാൻ ദൈവം അവസരം നൽകിയത് ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. I thank the Lord for giving us an opportunity once more, hallelujah, to be in this worship. കർത്താവ് ചെയ്തു തരുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. Amen. I thank the Lord for all the good things He is doing. ദൈവം നമ്മുടെ ജീവിതത്തെ ഇതുവരെ നയിച്ചതിനാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank the Lord for He has led us till this moment. ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. I thank the Lord for His grace in our life. കർത്താവ് വീണ്ടും നമ്മെ നടത്തേണ്ടതിനായി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കും. Amen. I also pray that God lead us moving forward. ആമേൻ. എൻ്റെ ഹൃദയത്തിൽ ഇന്ന് പകൽക്കാലം കടന്നു വന്ന ദൈവത്തിന്റെ വചനം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. Amen. I desire to share the word which came into my heart. Hallelujah. And after that pray on that matter. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 19, 20, 21 ഈ മൂന്ന് വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Acts chapter 11-ന്റെ 19, 20, 21. Acts 11 starting from 19 to 21. സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചിലർ കുപ്രോസ്കരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. Hallelujah. It starts, so then those who were scattered because of the persecution that occurred in the connection with Stephen made their way to Phoenicia, Cyprus and Antioch, speaking the word to no one except the Jews alone. But there was some of them, men of Cyprus and Cyrene, who came to Antioch and began speaking to the Greeks also, preaching the Lord Jesus, and the hand of the Lord was with them, and a large number who believed turned to the Lord. ഈ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില സത്യങ്ങൾ, ചില മർമ്മങ്ങൾ ഈ പകൽക്കാലം ഇവിടെയുള്ള ദൈവസഭയോട് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. Amen. In the spirit I desire to share, hallelujah, the truth and the mysteries, hallelujah, from the verses we read. 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ അവിടെയാണ് എഴുതിയിരിക്കുന്നത്, അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് ചിതറിപ്പോയവർ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. I mean, in 8 it is written that, hallelujah, there was a huge persecution happening in Jerusalem, hallelujah, and because of that only the apostles stayed back. Rest of the Christians started to, hallelujah, scatter, hallelujah, throughout the region, and wherever they went, hallelujah, they shared the gospel of God. സ്റ്റീഫനെ കല്ലെറിഞ്ഞ് കൊന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിലുള്ള ആ സത്താവ്, ആ പെർസിക്യൂഷൻ, ആ ഉപദ്രവം അവിടെ ആമേൻ ഒരു വലിയ ഉപദ്രവമായി മാറ്റപ്പെട്ടപ്പോൾ ആ ചർച്ച്, യെരൂശലേമിലുള്ള ആ ചർച്ച്, ആമേൻ ഉണ്ടായിരുന്ന വിശ്വാസികൾ പലയിടങ്ങളിലേക്ക് ഡിസ്പേഴ്സ് ആകുവാൻ, സ്കാറ്റർ ആകുവാൻ ഇടയായി, അവർ ചിതറിക്കപ്പെടുവാൻ ഇടയായി. I mean, this persecution started with the martyrdom of Stephen, hallelujah. Because of that, hallelujah, the church had to be dispersed in different regions, hallelujah. പിശാചി വിചാരിച്ചത്, ഞാനിങ്ങനെ ചിന്തിക്കുക, പിശാചി വിചാരിച്ച ഇതുകൊണ്ട് എന്ത്, യേശു ക്രിസ്തുവിന്റെ സഭ അസ്തമിക്കും. കാരണം ഇവര് പോകുന്നിടത്ത് ആമേൻ ഇവർക്കിനി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇവര് ചിതറിപ്പോയവരാ. ഇവര് എന്നാ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്. Amen. Hallelujah. As I'm thinking that, hallelujah, Satan might have thought, hallelujah, because of this persecution the church is dispersed, hallelujah. If they are dispersed they won't be doing anything. പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച സഭയുടെ അന്ത്യം കുറിക്കുവാനാണ് ഒരു പക്ഷേ ഈ പെർസിക്യൂഷൻ
പിശാച് ഇവിടെ കൊണ്ടുവന്നതെങ്കിൽ ഈ ചർച്ചിൽ നിന്ന് ചിതറിപ്പോയവര് വചനം ശുശ്രൂഷിച്ചുകൊണ്ട് വചനം പ്രസംഗിച്ചുകൊണ്ട് അവിടങ്ങളിലേക്ക് പോകുവാനിടയായി. I mean, the church that was began by the Holy Spirit, hallelujah, when persecution struck, hallelujah, they went and got dispersed. But when they got dispersed, wherever they went, they started sharing the word of God. ദൈവത്തിന്റെ പ്രവൃത്തിയെ ഏത് കാലഘട്ടത്തിലും ആമേൻ ശത്രുവിന് തടുക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ സർവശക്തിയിൽ ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ അതിനെ തടുക്കുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. I mean, God's work, no one can, hallelujah, stop it, hallelujah, because God does his work in his almighty power and his almighty wisdom. ഗവൺമെന്റുകൾക്ക് ദൈവപ്രവൃത്തിയെ തടയുവാൻ The കഴിയത്തില്ല. government cannot stop God's work. പട്ടാളത്തിന് ദൈവപ്രവൃത്തിയെ തടയുവാൻ സാധിക്കത്തില്ല. Army cannot stop God's work. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ദൈവപ്രവൃത്തിയെ തടയുവാൻ കഴിയുകയില്ല. The political leaders cannot stop God's work. ലോകത്തിലെ ഒരു ശക്തിക്കും ദൈവപ്രവൃത്തിയെ തടയുവാൻ കഴിയുകയില്ല. The powers in this world cannot stop God's work. ഈ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ചിതറിപ്പോയവർ. The people who were scattered. ചിതറിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആമേൻ, അവരുടെ ജീവിതത്തിൽ ആഹാരമില്ല, അവരുടെ ജീവിതത്തിൽ പാനീയമില്ല, അവരുടെ ജീവിതത്തിൽ വസ്ത്രമില്ല, അവരുടെ ജീവിതത്തിൽ ജീവിക്കാൻ ഒരു ജോലിയില്ല, ശമ്പളമില്ല, അവർക്കൊരു വീടില്ല, ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവരായിരിക്കുന്നത്. I mean, the people who were scattered were in a situation, they scattered, hallelujah, without water, without food, without job, without house, without all these lacks. They were scattered because of the persecution. ആമേൻ. ഒന്നും ഭൗമിക പൊസഷനായി ലോകപ്രകാരം ഒന്നും കയ്യിലില്ലെങ്കിലും ആമേൻ വായില് ദൈവത്തിന്റെ വചനമുണ്ട്, യേശുവിന്റെ നാമമുണ്ട്. I mean, hallelujah, the people who were scattered, if you look, hallelujah, they didn't have any material things in their hand, but one thing they had is that they had the word of God in their mouth. ആമേൻ. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ചിതറിക്കപ്പെട്ട ദൈവജനത്തിന്റെ കയ്യിൽ ലോകപ്രകാരം ഒന്നുമില്ലെങ്കിലും ലോകത്തെ ജയിച്ച ജയവീരനായ യേശുവിന്റെ വചനമുണ്ട്, യേശുവിന്റെ നാമമുണ്ട്. Amen. Hallelujah. If you look, hallelujah, the people who were scattered according to the worldly sense, hallelujah, they didn't have anything, hallelujah, but the one who was victorious over this world, hallelujah, was in their mouth. 21-ാം നൂറ്റാണ്ടിലെ ദൈവജനത്തിന് ലോകപ്രകാരം ഒത്തിരി ഉണ്ട്, പക്ഷെ യേശുവിന്റെ നാമം വായിലില്ല, യേശുവിന്റെ വചനം ജീവിതത്തിലില്ല. I mean, in this century, hallelujah, the Christians, hallelujah, might have all the worldly things in this world, but they don't have Christ, the name of Christ in their mouth and the word of God in their mouth. ഇവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. And there, here we should understand the difference. ഹല്ലേലൂയ. ലോകത്തിലെ ഒന്നുമില്ലെങ്കിലും, ലോകത്തിലെ ധനമോ മാനമോ ലോകത്തിന്റെ ഒരു ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിലും ക്രിസ്തുവുള്ളവന്റെ ജീവിതം ധന്യമാണ്. ക്രിസ്തുവുള്ളവനാണ് എവിടെയായിരുന്നാലും അനുഗ്രഹിക്കപ്പെടുന്നത്, ധന്യരായി തീരുന്നത്. I mean, the one who has Christ, even if he does not have this world, which, hallelujah, the worldly things or the worldly needs, hallelujah, the one who has Christ is the most blessed thing. ആമേൻ. നമ്മൾ ആദ്യം നോക്കുന്നത് ആഹാരം എന്തുണ്ടെന്നാ. I mean, the first thing we check is whether we have food. അല്ലെങ്കിൽ നമ്മൾ നോക്കുന്നത് എവിടെ താമസിക്കുമെന്നാ. The second thing we check is where we would stay. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പാട്ടിയാണ് ഓർത്തു പോകുക. ആമേൻ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും എൻ രക്ഷകനായി, അന്ത്യശ്വാസം വരെ. എത്രയോ പ്രാവശ്യം നമ്മൾ പാടിയിട്ടുള്ള പാട്ട്. I mean, I'm reminded of the song which said, hallelujah, if I'm journeying, hallelujah, hallelujah, towards heaven, hallelujah, I will look upon the cross, hallelujah, I will fight the war for my Savior, hallelujah. How much time have we sang that song reminding ourselves this thing? ഇവരോടുള്ള ബന്ധത്തിൽ അത് ശരിയാ. I mean, to the first century church, this
song is true. ചിതറിപ്പോയവരോടുള്ള ബന്ധത്തിൽ അത് ശരിയാ. To the first century church who were scattered, these songs are true for them. അവർക്കൊന്നുമില്ല. They don't have anything. ക്രൂശ നോക്കി അവർ യാത്ര They ചെയ്യുന്നു. have to look to the cross and journey അവൻ യുദ്ധം ചെയ്യുക യേശുവിനായിട്ട്. because they are doing the warfare for Christ. അവൻ ജീവൻ വയ്ക്കുകയാ They ദൈവത്തിനായിട്ട്. are submitting their lives for Christ. പക്ഷെ ഇന്ന് നമ്മൾ ഇത് പാടുന്നല്ലാതെ അർത്ഥശൂന്യമായ ഒരു ജീവിതമാണ് നമ്മൾ പലരും നയിക്കാറുള്ളത്. I mean, even though we sing nowadays these songs, hallelujah, but we have no, hallelujah, meaning, hallelujah. These words have no meaning in our life. ഇവർക്കൊരു ഒരു ഒരു worriesഉം ഇല്ല. They don't have any worries. അവർക്കൊരു സ്ട്രെസ്സും ഇല്ല. They don't have any stress. എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, എവിടെ കിടക്കും, എവിടെ പാർക്കും, ഒരു വിഷയമില്ല. They are not anxious about where they would live, where they would, what they would eat. Hallelujah. ക്രിസ്തു നിമിത്തമല്ല ചിതറിക്കപ്പെട്ടത്. Because of Christ, where they were scattered, അവൻ ക്രിസ്തുവിനെ വിട്ടുകളയാമെന്നല്ല. they didn't think about leaving Christ. അവൻ ഇവിടെ പറയുന്നത് എങ്ങനെയാ? ചിതറിപ്പോയവര് അന്ത്യോക്യയിൽ ചെന്ന് ഈ യവനന്മാരോടും സുവിശേഷം പറയുവാൻ തുടങ്ങി. I mean, the ones who were scattered, hallelujah, not only stopped with the Jews, but even shared the word with the Greeks. ഇവരെ കുറിച്ച് പറയുന്നത് കുപ്രോസ്കരും കുറേനക്കാരും എന്നാ പറയുന്നത്. I mean, it is said about them that they were from Kupros or, hallelujah, Cyrene and Phoenicia. ആമേൻ. കുപ്രോസ്കർ, സൈപ്രസ് And and അക്കുറേനിയൻസ്. I mean, it is said about them that they are from Cyprus and Cyrene. അത് കാണാൻ ഇവർക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തവരെ. കുറേനക്കാരാരാ? കുശിന് തന്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തന്റെ നിറവും മാറ്റാൻ കഴിയുന്ന വേഷം നമ്മൾ വായിക്കുന്നില്ലേ? ആമേൻ. അതിന്റെ അർത്ഥം ഇവര് കളർ ഇല്ലാത്തവരാ. I mean, these people didn't have much color. Hallelujah. It is ലോകപ്രകാരം ഇവർക്ക് പൊസഷൻ ഇല്ല, ലോകപ്രകാരമുള്ള സൗന്ദര്യമില്ല. ഇവര് കറുത്തവരാ, കൂശനാ. പക്ഷെ യേശു ഉണ്ട് ഇവരുടെ I ജീവിതത്തിൽ. mean, according to the world, they didn't have much beauty. According to the world, they didn't have much to possess. Hallelujah. But they had Christ Jesus. ഹല്ലേലൂയ. പറയാൻ പേടിയുമില്ല. I mean, they didn't have the fear to share Christ. കാരണം എന്തിനാ പേടിക്കുന്നത്? ഒന്നും ഇല്ലല്ലോ കയ്യിൽ. Because why should they fear? Because they don't have anything. അവൻ ആരെങ്കിലും അന്ന് എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചാൽ ഒന്നും ഇല്ലെന്ന് I mean, if anyone wants to grab anything from them, hallelujah, they don't have anything to be grabbed. എന്തിനാ പേടിക്കണ്ടേ? So why should they fear? ആരും വീട് കൊണ്ടുപോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. They don't have the fear whether their house will be taken away. പണം കൊണ്ടുപോകുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. They don't have the fear whether their money will be taken away. കാറ് കൊണ്ടുപോകുന്ന പേടിക്കേണ്ട They ആവശ്യമില്ല. don't have the fear whether their car will be taken ഒന്നും away. ഇല്ല ദൈവമക്കളെ. Because they don't have anything. പക്ഷെ ധൈര്യമുണ്ട്. But they had the strength. ആരെ കുറിച്ച് പറയാനുള്ള ധൈര്യം? They had the boldness regarding ആരെ shame. കുറിച്ച് പറയുവാനുള്ള ധൈര്യമുള്ളത്? What boldness they had. ആ യേശുവിനെ കുറിച്ച് പറയുവാൻ. They had the boldness to share about Christ. ഞാൻ ഇന്ന് പകൽക്കാലം ഇപ്രകാരം പറയുവാൻ I mean, I ആഗ്രഹിക്കുകയാണ്. desire to share it today. ഒന്നുമില്ലെങ്കിൽ യേശു ഉണ്ടോ നിന്റെ ജീവിതം ധന്യമാണ്. I mean, if you don't have anything, but if you have Christ, your life is blessed. നിന്റെ നാവിൽ യേശു ഉണ്ടോ നിന്റെ ജീവിതം ബ്ലസ്സഡാ. I mean, if you have Christ in your mouth, in your tongue, your life is blessed. ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിലും യേശു ഉണ്ടോ നിന്റെ ജീവിതം ധന്യമാണ്. I mean, if you don't have a bank balance, but still if you have Christ, hallelujah, you are blessed. ഹല്ലേലൂയ. അല്ലെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഇത് പകൽക്കാലം. Do think regarding this. ആമേൻ. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്തുവാ? വേൾഡ്ലി തിങ്ങിന് വേണ്ടി അല്ലേ? I mean, we usually focus on the things of this world. നമ്മൾ പാടും മണ്ണെ പ്രതി മാണിക്യം ഞാൻ വെടിയത്തില്ലെന്ന് പാടും. പക്ഷെ നമ്മൾ അടുത്ത ദിവസം രാവിലെ വീണ്ടും ഓടുക മണ്ണിന് വേണ്ടി. I mean, we usually sing the song that for the gold or with treasures in heaven, hallelujah, we won't lose, hallelujah, hallelujah, the things, hallelujah, we will lose the things of this world. But next day we start looking forward for the things or the treasures of this earth. 21 വാക്യത്തിലേക്ക് ഞാൻ എളുപ്പം വരിക. I mean, I'm coming to 21. ഹല്ലേലൂയ. അവിടെ പറയുക കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു. I mean, it is written over here, and the hand of the Lord was upon them. ആരുടെ കയ്യാ? Whose hand? ആരെ കുറിച്ച് പറയുവാൻ അവര് വാ തുറന്നോ അവന്റെ കൈ അവരുടെ മേൽ വെക്കുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. I mean, once they started to share about Jesus,
his hand was upon them. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൽ യേശുവിനെ കുറിച്ച് പറയുവാൻ വാക്കുകളുണ്ടെങ്കിൽ, യേശുവിന്റെ പേര് പറയുവാൻ ധൈര്യമുണ്ടെങ്കിൽ, യേശു കൈവെക്കുന്നത് നിന്റെ മേലാണ്. I mean, if you have words to say about Jesus, if you have things to say about Jesus, then the hand of Jesus will be upon you. പറയാത്തവരുടെ മേൽ എന്റെ കർത്താവ് കൈവെക്കത്തില്ല. I mean, those who don't share about Jesus, upon them the hand won't be there. മിണ്ടാത്തവരുടെ മേൽ എന്റെ ദൈവം The കൈവെക്കത്തില്ല. ones who are silent, hallelujah, regarding Jesus, upon them their hands won't be there. പക്ഷെ പറയുന്നതിന്റെ മേൽ എന്റെ ദൈവം കൈവെക്കും. But those who speak about Jesus, upon him, his hand will be there. യെഹെസ്കേലിലൊക്കെ പറയുന്നില്ലേ, കർത്താവിന്റെ കൈ എന്റെ മേൽ വന്നു എന്നൊക്കെ പറയുന്നില്ലേ? I mean, in Ezekiel അതുപോലെ ഒരു ദൈവപ്രവൃത്തി ഇവിടെ നമ്മൾ കാണുന്നത്. I mean, in Ezekiel it is said, hallelujah, that the hand of the Lord came upon that prophet. Similar thing happened on this verse. കർത്താവിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ പറയുന്നത്, ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്നത്, അത് കേൾക്കാനാ എന്റെ ദൈവ സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കുന്നത്. I mean, the Lord looks down from heaven, hallelujah, to hear those who speak about him, hallelujah, in the earth. ഹല്ലേലൂയ. വലിയൊരു കൂട്ടം എന്നാ പറഞ്ഞിരിക്കുന്നത്, വലിയൊരു കൂട്ടം. When it is written that a huge crowd. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം Large എന്നാമെങ്കിൽ പറഞ്ഞേനെ ഒരു 3000 വന്നെന്ന് പറഞ്ഞേനെ. I mean, if anyone could have counted, would have written that exact number in this book. യെരൂശലേമിൽ അന്ന് സ്നാനപ്പെട്ടവരുടെ കണക്ക് പറയുന്നില്ലേ? 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ 3000 പേര് സഭയോട് ചേർന്നെന്ന് പറയുന്നെങ്കിൽ ഇവിടെ കണക്ക് പറയുന്നില്ല. കാരണം ഇത് കൗണ്ട് ചെയ്യാൻ കൗണ്ട്ലെസ് ആയിട്ടുള്ള ഒരു നമ്പേഴ്സാ ഇവിടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയായത്. വലിയൊരു കൂട്ടം. I mean, a huge number came into the presence. Hallelujah. If it was counted, it would have been counted similar to what happened in the day of Pentecost, where 3,000 were handed. But here they couldn't count. That's why it's not written the exact number. Hallelujah. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, പൊസഷൻ ഉള്ളവനല്ല കർത്താവിനെ കുറിച്ച് പറയുന്നത്. I mean, those who had no possession were the ones who were sharing this word. You should think this. പൊസിഷൻ ഉള്ളവനും പറയത്തില്ല, പൊസഷൻ ഉള്ളവനും പറയത്തില്ല, പൊസിഷൻ ഉള്ളവനും പറയത്തില്ല. പറയുന്നത് ആരാ? ഇതൊന്നും ഇല്ലാത്തവരാ. I mean, those who had possession, they are not the ones who are sharing this. Those who didn't have anything, these were the ones who were sharing the word. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ I വിശ്വസിക്കുന്നു. mean, I'm understood, already. I'm expecting you to understand what I was പൊസഷൻ sharing. ഉള്ളവൻ പൊസഷനെ കുറിച്ച് പറയും, പൊസിഷൻ ഉള്ളവൻ പൊസിഷനെ കുറിച്ച് പറയും. ഇതൊന്നും ഇല്ലാത്തവൻ കർത്താവിനെ കുറിച്ച് പറയും. I mean, those who have possession will share about their possession. Those who had position, hallelujah, will share about their position. But those who have Christ will share about his Lord. അവൻ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുന്നത്. I mean, if you have that understanding, there the hand or there the work of the Lord will start. പൊസഷനെ കുറിച്ച് പറയുവാനും പൊസിഷനെ കുറിച്ച് പറയുവാനുമല്ല ദൈവം നമ്മയുടെ ആക്കിയിരിക്കുന്നത്, കർത്താവിനെ കുറിച്ച് പറയുവാനാ ദൈവം നമ്മയുടെ ആക്കി God വെച്ചിരിക്കുന്നത്. has placed us over here not to speak about our possession, not to speak about our position, but to speak about him. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. One more thing I would like to share is this. വിദ്യാഭ്യാസം ഉള്ളവരാണെന്ന് എനിക്ക് അറിയത്തില്ല. I mean, I don't know whether they have the education കാരണം അവരുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. because their name is not written over here. ഇന്ന് പലരും ക്വാളിഫിക്കേഷനിലാണ് പുകഴുന്നത്. ഐ ഹാവ് എ ഡോക്ടറേറ്റ്, ഐ ഹാവ് എ BD, എനിക്ക് BD ഉണ്ട്, എനിക്ക് BTH ഉണ്ട്. ഞാൻ ആരെയും കുറച്ച് കാണിക്കാനല്ലെങ്കിൽ പറയുന്നത്, ഇതൊന്നും ഇല്ലെങ്കിലും കർത്താവുണ്ടോ അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. I mean, these days people used to glorify their degree, their achievements. Hallelujah. I'm not demeaning them. Hallelujah. I'm not saying that those who have Christ is most blessed. ഹല്ലേലൂയ. അവൻ ഡിഗ്രി ഉള്ളവൻ ഡിഗ്രിയെ കുറിച്ച് പറയും. I mean, those who have degree will share about his degree. അവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? MD, MDH, BD, PhD എന്നൊക്കെ പലരും പേരിനോട് കൂടെ എഴുതത്തില്ല. എന്തിനാ എഴുതുന്നത് അങ്ങനെ? I mean, those who had their job titles with their name. Hallelujah. They also put their degrees along with their name. ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അത്. എന്തിനാ എഴുതുന്നത്? കാരണം അവർക്ക് കർത്താവിനെ കുറിച്ചല്ല പറയുവാൻ ആഗ്രഹം, ഡിഗ്രിയെ കുറിച്ച് പറയുവാൻ I ആഗ്രഹം. mean, they don't want to share. Those who add their titles with their name, they don't want to share about Jesus. They want to share about their titles.
ഇവൻ ഈ ഡിഗ്രി കൊടുത്തത് കർത്താവാ. I mean, to them, the degree was given by their God. ഇവൻ പഠിച്ചത് വല്ലവരും കൊടുത്ത പൈസ മേടിച്ചിട്ടാ ഇവൻ പഠിച്ചത്. I mean, he studied from the money he got from others. അവൻ ഞാനങ്ങനെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇതെല്ലാം കർത്താവ് തന്നതാണ്. കർത്താവ് കഴിഞ്ഞേ ഉള്ളൂ ഡിഗ്രി, കർത്താവ് കഴിഞ്ഞേ ഉള്ളൂ പൊസഷൻ, കർത്താവ് കഴിഞ്ഞേ ഉള്ളൂ പൊസിഷൻ. എല്ലാം കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ തന്നത്. Amen. Hallelujah. Everything is given by our God. Hallelujah. One should understand that even what you have as a degree, even you have as a possession, even if you have a position. ആമേൻ. ഒരു സൺഡേ കൂടെ നിനക്ക് കിട്ടിയത് കർത്താവ് തന്നത്. I mean, even one Sunday is given in your life because God gave it to you. ഒരു വർഷം കൂടെ നിനക്ക് തന്നത് കർത്താവാ തന്നത്. I mean, even 1 year that is added in your life was given by your God. കർത്താവിനെ വിട്ടിട്ട് നിനക്ക് കിട്ടിയതിലല്ല നീ സന്തോഷിക്കേണ്ടത്, നീ സന്തോഷിക്കേണ്ടത് കർത്താവിലാ. I mean, you should not, hallelujah, be satisfied with what you got. You should be happy and joyful with what you have, which is Christ. ആമേൻ. തന്നതിലല്ല സന്തോഷിക്കേണ്ടത്, തന്നവനിലാ സന്തോഷിക്കേണ്ടത്. Amen. You should not be joyful in what is given. You should be joyful in the one who gave you. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നതെന്ന് അറിയാമോ? തന്നവനിലല്ല സന്തോഷം, ആമേൻ, കിട്ടിയതിലാ സന്തോഷം. The world is happy with the one not given, hallelujah, with the giver, but to the things that are given to them. They are happy with that. അവൻ യോനയുടെ ജീവിതത്തിലെ ഒരു കാര്യം യോനയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ള ഒരു കാര്യം. I mean, I used to share about this incident, hallelujah, which is written in the book of Jonah. അവൻ യോന ആവണക്ക് 4-ാം അധ്യായം 10-ാം വാക്യം എനിക്ക് തോന്നുന്നു 4-ാം അധ്യായത്തിലാ അവൻ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യോന ആവണക്ക് നിമിത്തം സന്തോഷിച്ചെന്ന്. I mean, it is written that Jonah was joyful for the plant which is growing over him, that he provided in the shade. ആവണക്ക് മുളപ്പിച്ചു കൊടുത്തതറിയാമോ? I mean, who made that plant to grow over him? യോനെ, നീ അവിടെ പാർത്തപ്പോ ആവണക്കില്ലായിരുന്നു. നീ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൈവം മുളപ്പിച്ചു തന്ന ഒരു ആവണക്ക അവിടെ ഉള്ളത്. അവൻ യോന സന്തോഷിക്കുന്നത് ആവണക്കില, ആവണക്ക് മുളപ്പിച്ച ദൈവത്തിലല്ല. I mean, hallelujah, Jonah was, hallelujah, being joyful for the plant to grow over him because, hallelujah, it was providing him the shade. But Jonah forget who made that plant grow in the time where he was coming in that place. Hallelujah. It was his God. Hallelujah. He forgot his God, and Jobbe was happy with the plant that was growing over him. ദൈവം മുളപ്പിച്ചു തന്ന ആ അനുഗ്രഹത്തിലല്ല നിന്റെ സന്തോഷം വേണ്ടത്, അത് മുളപ്പിച്ചു തന്നവനിലാണ് നീ സന്തോഷിക്കേണ്ടത്. I mean, you should be joyful towards your God who is producing and or making things grow for you. Hallelujah. Not in the things given to you. ഹല്ലേലൂയ. ആവണക്ക് നിമിത്തം സന്തോഷിച്ച യോനയോടുള്ള ബന്ധത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു പുഴുവിനെ കുത്താൻ ദൈവം കൽപ്പിച്ചാക്കി. I mean, it is written that a worm was being appointed to, hallelujah, destroy the plant. കാരണം ഇവന്റെ സന്തോഷം ആരില്ല? Because Jonah was being happy with the plan instead of with the creator. ഇവിടെയാണ് ദൈവത്തിന്റെ ജനം ആരിൽ സന്തോഷിക്കണമെന്നുള്ളത് വ്യക്തമായി നമ്മൾ ഗ്രഹിച്ചറിയേണ്ടത്. I mean, here we should understand clearly God's people that in whom one should be happy. അമേരിക്കയിലെ ജോലി മുളപ്പിച്ചു തന്നത് കർത്താവാണെങ്കിൽ ജോലിയിലല്ല നീ സന്തോഷിക്കേണ്ടത്. അമേരിക്കയിലെ വീട് മുളപ്പിച്ചു തന്ന ദൈവമാണെങ്കിൽ വീടിലല്ല നീ സന്തോഷിക്കേണ്ടത്. ഇത് തന്ന ദൈവത്തിൽ സന്തോഷിക്കുവാൻ. I mean, it is written, hallelujah, you should not be happy in the things which is being grown up for you. Hallelujah. It might be a job, it might be a house or nothing, because it is God who made all these things grow up for you. It is, you should be happy for God who made things happen in your life. ബോംബെയില് ഒരു വീട് ദൈവം മുളപ്പിച്ചു തന്നെങ്കിൽ ബോംബെയിൽ നിനക്ക് പഠിക്കുവാനുള്ള ആമേൻ വഴികൾ ദൈവം തുറന്നു തന്നെങ്കിൽ അത് തന്ന ദൈവത്തിലാണ് നീ സന്തോഷിക്കേണ്ടത്, തന്ന വീടിലല്ല നീ സന്തോഷിക്കേണ്ടത്. I mean, you should not be joyful, hallelujah, or happy for the house or for anything which is given to you, hallelujah, but it is, you should be happy for the one who made that thing happen in your life or made it grow in your life. ആമേൻ. അന്ത്യോക്യയിലെ കലീശ ചർച്ച് സ്ഥാപിച്ചത് ഡിഗ്രി ഉള്ളവരല്ല, പണമുള്ളവരല്ല, കഴിവുള്ളവരല്ല, അവൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ട ദൈവത്തിന്റെ ജനമാണ്.
I mean, the church in Antiochia was not started by ones who had degree of position, but the ones who had nothing. These were the ones who started the church. അപ്പോസ്തലന്മാരല്ല അന്ത്യോക്യയിലെ സഭ സ്ഥാപിച്ചത്. I mean, it is not the apostles who started the church in Antioch. അറിയപ്പെടുന്നവരല്ല അന്ത്യോക്യയിലെ ചർച്ച് സ്ഥാപിച്ചത്. It was not started by anyone famous. Hallelujah. നമ്മൾ ഇന്നലെ കേട്ടല്ലോ 13-ാം അധ്യായത്തിലെ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുമ്പോൾ എന്നുള്ള വാക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചല്ലോ. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇതിന്റെ ആരംഭം unknown people ആ ചെയ്തത്. unknown people. Just like yesterday we heard in Acts chapter 13 that a place in Antioch, a church in Antioch fasted and prayed. How did that church started? It started by some unknown people. യെരൂശലേമിലെ സഭ പരിശുദ്ധാത്മാവ് സ്ഥാപിച്ചെങ്കിൽ അന്ത്യോക്യയിലെ സഭ unknown peopleനെ കൊണ്ട് സ്ഥാപിക്കുവാനാ സ്വർഗ്ഗത്തിലെ ദൈവം കരങ്ങളിൽ അവരെ എടുത്തത്. I mean, God used in his hand, hallelujah, some unknown people to start a church in Antioch, just like the Holy Spirit started the church in the upper room in Jerusalem. പേരുള്ളവനെ അല്ല ദൈവത്തിന് വേണ്ടത്. God don't want people who have names. കഴിവുള്ളവനെ അല്ല ദൈവത്തിന് വേണ്ടത്. God don't want people who have skills. ദൈവത്തിന് വേണ്ടത് ഈ ലോകത്തിൽ ബുദ്ധിഹീനതയാ വേണ്ടത്, ജ്ഞാനമില്ലാത്തവനെയാ വേണ്ടത്, കഴിവില്ലാത്തവനെയാ വേണ്ടത്. അവന്റെ മേൽ ദൈവം കഴിവ് കൊടുക്കുമ്പോഴാ അവനിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. Amen. God uses the fools, God uses the unwise, God uses those people who have no ability, and God pours down his power, God pours down his strength, and they become people with all abilities. നമ്മൾ ചിന്തിക്കുന്നത് പഠിത്തമുള്ളവൻ സഭ സ്ഥാപിക്കുമെന്ന. I mean, we always think that those who have a degree will start a church. ഭാഷയുള്ളവൻ സഭ സ്ഥാപിക്കുമെന്ന. Those who knows the language will start a church. ആമേൻ. പണമുള്ളവൻ സഭ സ്ഥാപിക്കുമെന്ന. Those who have wealth will start a church. ഹല്ലേലൂയ. ദൈവമക്കളെ തെറ്റിപ്പോയി ഇതൊന്നും ഇല്ലെങ്കിലും കർത്താവ് നിന്നോട് കൂടെ ഉണ്ടോ, നീയാണ് ദൈവം ഉപയോഗിക്കുന്നത്. I mean, if you have God, hallelujah, even if you don't have every other things, if you have God with you, the church will be started. ഞാൻ ആ ഒരു വാക്യം കൂടെ വായിച്ച സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തേണ്ടി വരും. അതുകൊണ്ട് 23-ാം വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. I mean, I want like to focus on 23. അവൻ 11:23 ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. I mean, it's written, then when he arrived and witnessed the grace of God, he rejoiced and began to encourage them all. ആ വാക്യത്തിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചേ. Oh, you should think അവൻ about. ചെന്ന് ആരെ കുറിച്ചാ പറഞ്ഞത്? ബർന്നബാസിനെ കുറിച്ചാ പറയുന്നത്. I mean, it is written about Barnabas that he went and rejoiced. ബർന്നബാസിനെ കുറിച്ച് പറയാൻ എനിക്ക് സമയമില്ല. I mean, I don't have the time to share about Barnabas. സ്വന്തം പ്രോപ്പർട്ടി വിറ്റ് കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്തിട്ട് ദൈവവേല ചെയ്യുന്നവനാ ബർന്നബാസ്. I mean, Barnabas was a person, hallelujah, who sold all his properties and possessions, hallelujah, and went to do his ministry. സൈപ്രസുകാരനാണ് ബർന്നബാസ്. I mean, Barnabas was from Cyprus. ഹല്ലേലൂയ. സൈപ്രസിൽ തനിക്കുണ്ടായിരുന്ന വസ്തു വിറ്റിട്ട് വേലയ്ക്ക് കൊടുത്തിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നവനാണ് ആര്? അവൻ ഈ ബർന്നബാസ്. I mean, Barnabas is a man, hallelujah, who sold all his possession in Cyprus and went to do the ministry of God. അവന്റെ പേര് യഥാർത്ഥത്തിലുള്ള പേര് യോസഫ് എന്നാ. I mean, his actual name is Joseph. അവനെ പ്രബോധനപുത്രൻ എന്നാ വിളിക്കുന്നത്. Amen. Son of encouragement. I mean, his meaning is, hallelujah, he is the son of encouragement. മറ്റുള്ളവർക്ക് ഇവന് എൻകറേജ്മെന്റ് കൊടുക്കുന്ന ഒരാളാണ്. I mean, he is a man who gives encouragement to others. മറ്റുള്ളവർക്ക് പ്രബോധനം കൊടുക്കുന്നവനാണ്. I mean, he encourages others. അവൻ ഇന്ന് പലരുടെയും വാക്ക് കേൾക്കുമ്പോൾ ഉള്ളതും കൂടെ ശോഷിച്ചു പോകുകയാണ്. I mean, when we hear these days people's voices, hallelujah, whatever encouragement we have, it falls down. അവൻ ഇവിടെ പറയുന്ന അവൻ ചെന്ന ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. I mean, he went, when he arrived and witnessed the grace of God, he rejoiced and began to encourage them all. ഇതിനർത്ഥം ചർച്ച് സ്ഥാപിച്ചവന്റെ കഴിവല്ല ദൈവകൃപ അവിടെ ഒഴുകുവാൻ കാരണം അവിടെ ദൈവമുള്ള ഒരു സഭയാണ്, അവിടെ ആ ദൈവകൃപ വെളിപ്പെടുന്നത്. I mean, hallelujah, the one who started the church is not his ability, but God's grace that is working in that place made this happen. അവൻ എനിക്കൊരു സംശയം പലപ്പോഴും തോന്നാറുണ്ട്. I mean, I usually have a doubt. അവൻ ദൈവകൃപ കാണാൻ സാധിക്കുമോ? I mean, can we see the grace of God? I mean, the visible presence of the grace of God was here in this church. എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Yes, as we understand from these words that, hallelujah, the visible grace of
the Lord was in this church. ആമേൻ. കൃപയുണ്ടെങ്കിൽ, ദൈവ കൃപയുണ്ടെങ്കിൽ it is visible എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. I mean, if there is grace, it shall be visible. ആമേൻ. നിന്റെ മേൽ ദൈവ കൃപയുണ്ടെങ്കിൽ അത് കാണപ്പെടുന്നത് പോലെ വിളങ്ങുവാനിടയായി തീരും. I mean, if you have the grace, it shall shine as a light. എന്ന് പറഞ്ഞാൽ ഈ ചർച്ച് സ്ഥാപിച്ചത് ആരും പേരുള്ളവരല്ലെങ്കിലും ഈ ചർച്ചിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. I mean, the ones who started the church had no name, but hallelujah, the grace of God was in that place. Hallelujah. സിറക്യൂസിലുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചിനോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്നു, ഇവിടെ കടന്നു വരുന്നവര് ഇവിടെ ദൈവകൃപ കാണുവാൻ ഇടയായി തീർന്നാൽ ഈ സഭ മുന്നോട്ട് നയിക്കപ്പെടുന്നത് ആ കൃപയിലായിരിക്കും. I mean, this church will be led if people who come to this place see the grace of God in this place. ആമേൻ. വരുന്നവര് പറയണം ഇത് കൃപയുള്ള ചർച്ചാണ്. I mean, let the people who come shall say or will say, hallelujah, there is grace in this church. ആമേൻ. അവര് സാക്ഷ്യപ്പെടുത്തണം. I mean, they should give the testimony. ഞാൻ അവിടെ പോയി ദൈവകൃപ അനുഭവിച്ചു. I mean, they should say that I went over there and felt the grace of God. ആരാധനയിൽ ഒരു ദൈവകൃപ ഉണ്ടായിരുന്നു. I mean, there should be grace in the worship. അവിടെ ഉള്ളവരിൽ ഒരു ദൈവകൃപ ഉണ്ടായിരുന്നു. There was grace in the people over there. ഞാൻ അവിടെ ചെന്നപ്പോൾ അനുഭവിച്ചു. I mean, I experienced the grace in that place. ആ ദൈവകൃപ എന്നെ ചേഞ്ച് ആക്കി. And that grace changed me. ആമേൻ. ഞാനല്ല ചേഞ്ച് ആക്കിയത്, ഇവിടെ ഉള്ളവരല്ല ചേഞ്ച് ആക്കിയത്, ദൈവകൃപ അവരെ ചേഞ്ച് ആക്കി. I mean, it is not me, it is not the people over here, but it was the grace of God that changed me. ആമേൻ. യോസഫിൽ ദൈവാത്മാവുണ്ടെന്ന് ഫറവോൻ എങ്ങനെ മനസ്സിലായത്? I mean, how did Pharaoh understood that there was grace in the life of Joseph? Because it is said, it is written, God gave him the grace. ഹല്ലേലൂയ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 6:10 പറഞ്ഞേ, അവൻ അങ്ങോട്ട് ദൈവം കൃപ കൊടുത്തു. ഫറവോന്റെ മുമ്പിൽ നിന്നപ്പോൾ ദൈവം അങ്ങോട്ട് കൃപ കൊടുത്തു. കൃപയും ജ്ഞാനവും. I mean, it is written in the 6th chapter, hallelujah, Acts chapter 6 verses 10, hallelujah. But ആണോ ശരി? 6. ആ അല്ലല്ല, ആ സെഫാനോസിന്റെ വിഷയത്തിലാ. Yes. Yeah. 7:10. 7:10. Okay. In 7:10 it said about Joseph and rescued him from all his affliction and granted him favor and wisdom in the sight of Pharaoh. ആമേൻ. അപ്പോൾ ഈ കൃപയുള്ളവനെ കണ്ടാൽ ഇവൻ ഫറവോന് പോലും മനസ്സിലാകും. I mean, the ones who have favor and strength will be understood by even the king. ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. I mean, Pharaoh is asking one question. ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമെന്നാ I ചോദിക്കുന്നത്. mean, he is stating that would you find anyone as gracious, as filled with grace and favor like him? അതിന്റെ അർത്ഥം കൃപയുള്ളവനെ കണ്ടാൽ ഈ ലോകത്തിലെ ഒരു രാജാവിന് പോലും മനസ്സിലാകുമെന്ന്. I mean, the one who is having the grace, the kings of this world will understand. ലോകത്തിലുള്ള ഉന്നതന്മാർക്ക് ഇല്ലാത്തതൊന്നാണ് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അതിന്റെ പേരാ കൃപ എന്ന് പറയുന്നത്. I mean, the people of this world, the thing that they don't have, but it is given to the children of God, is that it is called grace. അവൻ എങ്ങനെ പറയട്ടെ, കൃപയുള്ളവന് എങ്ങും തകരത്തില്ല, കൃപയുള്ളവൻ എല്ലായിടത്തും ഉയർന്നു വരുവാനിടയായി. I mean, the one who has grace will not get destroyed, but in one who has grace will rise above everything. കൃപയുള്ള ചർച്ച് തകരത്തില്ല, കൃപയുള്ള ചർച്ച് വളരുവാൻ തുടങ്ങും. The one who has grace, the church which has grace, will not be destroyed, but it will rise up. പണമുള്ള ചർച്ച് വളരുമെന്ന് ഞാൻ പറയത്തില്ല. I won't tell that the church which has money will rise up. ബിൽഡിംഗ് ഉള്ള ചർച്ച് വളരുമെന്ന് ഞാൻ പറയത്തില്ല. I won't tell the church which has a building will rise up. ബിൽഡിംഗ് ഇല്ല, പണമില്ല, പക്ഷെ ഇവിടെ കൃപയുണ്ട്, വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നെന്നാ പറഞ്ഞത്. I mean, the church of Antioch had grace, hallelujah. Because of that, hallelujah, even though they didn't have money, even though they didn't have power, hallelujah, but a huge number of believers entered into that place. ചർച്ചിനെ വളർത്തുന്നത് പണമല്ല, ചർച്ചിനെ വളർത്തുന്നത് ബിൽഡിംഗ് അല്ല, ചർച്ചിനെ വളർത്തുന്നത് ദൈവമാണ്, ദൈവകൃപയാണ്. I mean, the church is grown, hallelujah, up by grace only, and not by the money, not by the position. അവൻ പലരും ചർച്ചിനെ പണം കൊണ്ട് വളർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ I mean, many desire to ചർച്ച് അന്ത്യോക്യയിലെ ചർച്ച് പണത്തിലല്ല വളർന്നത്, കൃപയിലാണ് വളർന്നത്. I mean, many desire to grow the church by money, but hallelujah, the church in Antioch did not grow by money, it grew because of the grace of God. അവൻ നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റണം. നമ്മൾ I mean, we should change our focus. അവൻ
പണമല്ല വളർത്തുന്നത്, കൃപയാ വളർത്തുന്നത്. I mean, it is not money that makes you grow, it is the grace of God. ഹല്ലേലൂയ. അവൻ നിങ്ങൾ 24 വാക്യം ശ്രദ്ധിച്ച്, വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്ന് എഴുതിയിരിക്കുന്നു. 24 എൻഡിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് 11 അധ്യായത്തിന്റെ 24 വാക്യം, വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. I mean, it said, for he was End of that. end of വളരെ the- പുരുഷാരം. A multitude of people have joined with the church or came to the Lord. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവൻ വളരെ പുരുഷാരം കർത്താവിനോട് ചേർന്നു. I mean, a great number, hallelujah, a considerable number, hallelujah, joined to the church. ഹല്ലേലൂയ. അവൻ നിങ്ങൾ നോക്കിക്കേ, ആദ്യം എന്താ പറഞ്ഞത്? അവൻ സുവിശേഷം പറഞ്ഞ കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. 21 വാക്യം അവരെ അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവൻ വലിയൊരു കൂട്ടം വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവൻ അവിടെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ. വലിയൊരു കൂട്ടം. I mean, in the first 21st hallelujah, verse says that, hallelujah, a large number, അവൻ വലിയൊരു കൂട്ടം ആര് മുഖാന്തരം? a large number joined to the church. അവൻ By whom? ഒന്നുമില്ലാത്തവൻ മുഖാന്തരം. By the one who had nothing. ആമേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആമേൻ ബ്ലെസ്സിംഗും ഇല്ലാത്ത, ഒന്നുമില്ലാത്ത, പേഴ്സ് കാലിയ, പോക്കറ്റ് കാലിയ, ജീവിതം കാലിയ, പക്ഷെ ഒന്നുണ്ട്, ദൈവമുണ്ട്, അവനിലൂടെയാ ഈ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. I mean, the ones who had nothing, hallelujah, their purse was empty, their possessions were without anything, hallelujah, but they had the grace of God. With them, hallelujah, a large number joined to the church. ഇവിടെ പറയുന്നത് വളരെ പുരുഷാരമാണ്. It is written large number. ആമേൻ അങ്ങോട്ട് പോയിട്ടല്ല ഇങ്ങോട്ട് വരികയാ. I mean, it is not that they went towards them, but it is that they came towards him. ഇവരെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ടല്ല പോയത്, ഇവർ ഇങ്ങോട്ട് വരുന്നത് ഈ കൃപയുടെ ആകർഷണമാണ്. I mean, they were not, hallelujah, they were not pulled by the person, but they came towards this person because it was the magnetic attraction of the grace of God. ആമേൻ. ചർച്ചിൽ ദൈവകൃപയുണ്ടെങ്കിൽ ആമേൻ ജനത്തെ അത് ആകർഷിക്കുവാനിടയായി തീരും. I mean, if there is grace in the church, it shall attract, hallelujah, the people. ആമേൻ. വളരെ പുരുഷാരം. I mean, it is written a large number. ഹല്ലേലൂയ. ആമേൻ. പണമല്ല ജനത്തെ ആകർഷിക്കുന്നത്, ബിൽഡിംഗ് അല്ല ജനത്തെ ആകർഷിക്കുന്നത്, കൃപയാണ് ആമേൻ ജനത്തെ ആകർഷിക്കുന്നത്. I mean, it is not the money that attracts, hallelujah. It is not the position that attracts, hallelujah. It is the grace of God that attracts the people towards that place. ഡിഗ്രി അല്ല ജനത്തെ ആകർഷിക്കുന്നത്, കൃപയാ ജനത്തെ It is ആകർഷിക്കുന്നത്. not the degree that attracts, it is the grace of God that attracts. ആമേൻ. ഇവിടുന്ന് ആരും പോത്തുമില്ല. I mean, if it is attracted by grace, no one shall go from ആമേൻ. that place. കൃപയുള്ളിടത്തൊന്നും ആരും പോകത്തില്ല. And if there is grace in a place, there from there no one shall go. പണമുള്ളിടത്തൊന്നും ആള് പോകും. I mean, if there is money, hallelujah, from that place people shall go. ബിൽഡിംഗ് ഉള്ളിടത്തൊന്നും ആള് പോകും. If there is building, from that place people shall go. പാസ്റ്റർ ഉള്ളിടത്തൊന്നും ആള് പോകും. പാസ്റ്റർ If there is a pastor in that place, even if he is there also, people shall go. പക്ഷെ കൃപയുള്ള ചർച്ചിൽ ആള് പോകത്തില്ല. But there, where there is grace in a place, in that place people shall stay long. ഇതാണ് മർമ്മം എന്ന് പറയുന്നത്. That is the mystery. ഇതാണ് സത്യം എന്ന് It പറയുന്നത്. is the truth. അവൻ ഇന്ന് പലർക്കും പാസ്റ്റർ ഫോക്കസ്ഡാ, അവൻ ഗ്രേസ് ഫോക്കസ്ഡ് അല്ല അവരുടെ ജീവിതം. I mean, in today people are focused on the pastor, hallelujah, but are not concerned about the grace of the Lord. അവരുടെ ലൈഫ് ക്രൈസ്റ്റ് സെന്റേർഡ് അല്ല, പ്രീസ്റ്റ് സെന്റേർഡാ അല്ലെങ്കിൽ പാസ്റ്റർ സെന്റേർഡാ. I mean, today people's lives are centered around a pastor, not around Christ Jesus. അല്ലെങ്കിൽ ഇവിടെ ഈ ചർച്ച് പാസ്റ്റർ സെന്റർ അല്ല, കാരണം പാസ്റ്ററുടെ പേര് പോലും ഇല്ല, ആരാണ് ഇത് ഉണ്ടാക്കിയെന്ന് അറിയത്തില്ല, വേദപുസ്തകത്തിൽ ഇതൊന്നും എഴുതിയിട്ടില്ല, പക്ഷെ കൃപ ഗ്രേസ് സെന്റേർഡ് ചർച്ച ഇത്. I mean, hallelujah, it is not written, hallelujah, who leads the church or how it is being led, but it is written that it had the grace of God, hallelujah. ബർന്നബാസ് ചെല്ലുന്നതിന് മുമ്പ് ചർച്ച ഉണ്ടെന്ന്. And even before Barnabas came to that place, that plus church was already there. അവിടെ ആരാധന ലീഡ് ചെയ്യാന്ന് ഇവിടെ എഴുതിയിട്ടില്ല. It is not written who led the worship. ഇന്ന് പലരുടെയും പേര് പുറത്തു വരുവാൻ, ചർച്ചിലൂടെ പേരെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ ചർച്ചിൽ ആമേൻ പാസ്റ്ററുടെ പേരല്ല പുറത്തു വരുന്നത്, കർത്താവിന്റെ നാമമാ ഈ ചർച്ചിൽ ഉയരുന്നത്. I mean, in this place
place, hallelujah, the people, hallelujah, did not try to take the name, hallelujah, but the name of Jesus was glorified through this church. ചർച്ച് നമ്മുടെ അല്ല ദൈവമക്കളെ. I mean, we should tell ourselves that church does not belong to us. നമ്മളിവിടെ ആയിരിക്കുന്നതും കൃപയാലാ. I mean, we also stand here because of grace. ചർച്ചാരുടെയാ, കർത്താവിന്റെയാ. I mean, the church belongs to Christ. ഇന്ന് ലോകം പറയുന്നത് എന്തുവാ? ഇന്ന പാസ്റ്ററുടെ ചർച്ച, I mean, today the people say this church belongs to this ഇന്ന pastor. സംഘടനയുടെ ചർച്ച. I mean, people will say this church belongs to this organization. കർത്താവിന്റെ നാമം ഉയർത്താനല്ല I mean, ശ്രമിക്കുന്നത്. people don't try to glorify the name of the Lord. കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള ആഗ്രഹം. I mean, they don't have the desire to glorify the name of God. സംഘടനയെ കുറിച്ച് പറയുവാൻ ആഗ്രഹം. But people want to share about the organization which the church belongs. ചർച്ചിന്റെ പേര് ഉയർത്താനല്ലോ ആളുകൾ And ശ്രമിക്കുന്നത്. people are trying to glorify the name of the church. അതിനുവേണ്ടിയല്ല ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. God has not appointed you for this purpose. നിനക്ക് വീണ്ടെടുപ്പ് തന്ന നിന്നെ മകനാക്കി തീർത്ത നിന്റെ പാപക്കറകളെ കഴുകിയ കർത്താവിനെ ഉയർത്തുവാനാ ദൈവം നിന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. I mean, God has placed you in order to lift the name of the one who gave your life and redeemed you and cleansed you by the blood of Jesus. ആമേൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. One more thing I would ഇന്നലെ share, പറഞ്ഞതുപോലെ just like I shared yesterday. ക്രിസ്തുവിനോടുള്ള ദൈവത്തോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ സുവിശേഷം പറഞ്ഞിരിക്കുന്നു. I mean, if you have the love towards Christ, you shall share ആമേൻ. ഇന്നലെ the നമ്മൾ word. പറഞ്ഞ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഇവിടെ ദേക്കോ ഇവര് പണത്തെ അല്ല സേവിച്ചത്. ആമേൻ, സ്തോത്രം. മറ്റൊന്നിനെ അല്ല സേവിച്ചത്, സ്നേഹിച്ചത് ദൈവത്തെ സേവിച്ചത് കൊണ്ട് സ്കാറ്ററായി കഴിഞ്ഞപ്പോഴും സത്താവ് മൂലം ഓടിപ്പോകേണ്ടി വന്നപ്പോഴും അവർ ചെയ്യുന്നതെന്നറിയാമോ? ആമേൻ. കർത്താവിനെ കുറിച്ച് പറയുക. I mean, here the Christians did not love money, did not love their position, but wherever they were scattered in their condition also, they were sharing about the one they loved, that is Jesus Christ. കർത്താവിനെ കുറിച്ച് പറയുന്നവനാ റിയൽ ക്രിസ്ത്യൻ. I mean, one who shares Christ Jesus is a real Christian. അല്ലാത്തവൻ ആമേൻ നക്കലി ക്രിസ്ത്യൻ എന്നാണ് ഞാൻ പറയുന്നത്. ആമേൻ. അസലിയല്ല, നക്കലിയാവൻ. I mean, the one who is not sharing about Christ, he is a fake Christian. ക്രിസ്തുവില്ലാത്തവൻ എവിടെ ക്രിസ്ത്യനാകുന്നത്? I mean, one who does not have Christ, how can he be a Christian? ക്രിസ്തുവിനെ ഉയർത്താത്തവനെ എവിടെ ക്രിസ്ത്യാനിയാകുന്നത്? The one who don't lift up the name of Christ, how can he be a Christian? ഹല്ലേലൂയ. ആമേൻ. ക്രിസ്ത്യാനി എന്ന പേര് വന്നത് തന്നെ എങ്ങനെ അറിയാമോ? ഹല്ലേലൂയ. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികളെന്ന് പേരുണ്ടായി എന്നല്ലേ? ആമേൻ. എങ്ങനെ ഉണ്ടായത്? ആമേൻ. ക്രിസ്തുവിനെ പോലായിരുന്നു ഇവർ ചെയ്യുന്നത്. Amen. Hallelujah. How did the name Christian come? It came in the place of Antioch, where the people started calling the believers Christians because they were representing Christ, or they were as Christ. ഈ പേര് അവരുണ്ടാക്കിയതല്ല, ലോകം അവർക്ക് കൊടുത്ത പേരാ. I mean, they were not creating the name, but they were given the name by the worldly people. ക്രിസ്തുവില്ലാത്തവൻ ക്രിസ്ത്യൻ അല്ല. I mean, the ones who does not have Christ, he is not a Christian. ക്രിസ്തുവിന്റെ കൃപയില്ലാത്ത ചർച്ച് ക്രിസ്തുവിന്റെ ചർച്ച് അല്ല. I mean, the grace which is not in a church, this church does not belong to Christ. ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. I mean, I would like to എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, I mean, those who hear my ഇന്ന് word. പകൽക്കാലം നിങ്ങള് ലോകത്തിലുള്ളത് എന്തെങ്കിലും വെച്ച് ചർച്ചിനെ വളർത്താൻ ആഗ്രഹിക്കണമെങ്കിൽ വളരത്തില്ല. കൃപയുള്ള ഒരു ചർച്ചാണെങ്കിൽ അവിടെയാ വളർച്ച തുടങ്ങുന്നത്, അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്, അവിടെയാ ജനം ഓടിക്കൂടുന്നത്, അവിടെയാ ദൈവാത്മാവിന്റെ മഹത്വം വിളങ്ങുന്നത്. Amen. Hallelujah. If you are trying to build, hallelujah, build on Christ, there only, hallelujah, if there is grace, hallelujah, there the people, hallelujah, shall gather. ഇവിടെ എവിടായിരുന്നു ചർച്ച? ഇവിടെ ചർച്ച? ഈ അന്ത്യോക്യയിൽ എവിടെ ചർച്ച? ബിൽഡിംഗ് എവിടായിരുന്നു ഇവിടെ? I mean, there is no church building, hallelujah, or it's nothing written about that over here. പണം എവിടായിരുന്നു? Where was the money? അവൻ എവിടെയായിരുന്നു ഇവിടെ ഈ വണ്ടി ഉണ്ടായിരുന്നത്? Where it is written that they ഈ had work. ചർച്ചിന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഇല്ലായിരുന്നു. Where it is written the church had transportation facility. അവൻ ഇന്ന് പല ചർച്ചുകാരും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുത്ത ആളെ കൊണ്ടുവരുന്നത്. I mean, in this day age, hallelujah, different churches have transportation facilities to bring the ഞാൻ believers. അതൊന്നും കുറ്റപ്പെടുത്തുകയല്ല. I'm not, hallelujah, telling, hallelujah, bad about that. ക്രിസ്തു
ക്രിസ്തുവുള്ള ഒരു സഭയാണെങ്കിൽ, അതായത് ക്രിസ്തുവിന്റെ നാമം നിങ്ങളുടെ അതരങ്ങളിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ കൃപ നിങ്ങളിലുണ്ടെങ്കിൽ, അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്നത്. Amen. Wherever in a place a man, hallelujah, or woman has the name of Jesus in his mouth, hallelujah, wherever the grace is in that place, hallelujah, Christ shall come and the people will also shall come. നമുക്ക് ഗദർദേശത്തെ ഭൂതഗ്രസ്തന്റെ കാര്യം അറിയാമല്ലോ, ഇതിനോട് കൂടെ ഞാൻ ഒന്ന് ചേർക്കാൻ ആഗ്രഹിക്കുന്നു. Amen. We know the man had in Gadarus. അവൻ എവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചത്? Where did he go to study പക്ഷേ the word of God? ദക്കപ്പൊലി ദേശം, ദക്കപ്പൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ 10 cities എന്നാണ് പറയുന്നത്. 10 cities. But അവിടെ പോയി സുവിശേഷം പറഞ്ഞെന്ന വേദപുസ്തകത്തിൽ പറയുന്നത്. But even it is written about this man that he went to Decapolis, which means 10 cities, and preached about Christ. എല്ലാവരും ആശ്ചര്യപ്പെട്ടെന്നാ പറയുന്നത്. And it is said everyone was mesmerized. പാസ്റ്റ് ഹിസ്റ്ററി എന്തുവാ? ഭൂതഗ്രസ്തൻ. I mean, his past is that he is a demon possessed person. കർത്താവിനെ കണ്ടുമുട്ടി അന്ന് ആ ദൗത്യം ദൈവം കൊടുക്കുക. Amen. But when he had an encounter with Jesus, he is given the responsibility to preach. അവന് യേശുവിനോടുകൂടെ പോകാനായിരുന്നു ആഗ്രഹം. യേശു പറഞ്ഞല്ല, എൻ്റെ കൂടെ വരികയല്ല, നീ പോയി നിന്റെ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരോട് കർത്താവ് നിനക്ക് ചെയ്തതൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു. I mean, his desire was to go with Jesus, but Jesus told him, hallelujah, you stay back and share the thing which is done for you towards your relatives, to your friends and the people in this land. അവന്റെ ഇഷ്ടം സാധിപ്പിച്ചു കൊടുക്കുകയല്ല ദൈവം ചെയ്തത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് അവന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവനെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. I mean, it is not that God fulfilled his desire, his will, but God was teaching him to fulfill the desire of God in his life. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവന്റെ പ്രാർത്ഥന, ആദ്യത്തെ പ്രാർത്ഥന ദൈവം റെഫ്യൂസ് ചെയ്തു. I mean, I want to say again clearly that his first prayer, hallelujah, was refused by God. അവൻ യേശുവിനെ കണ്ടതിന് ശേഷം ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം അംഗീകരിച്ചില്ല. അവനോട് പറഞ്ഞു, നീ എന്റെ കൂടെ വരണ്ട, എന്റെ കൂടെ ഇരിക്കണ്ട, നീ ഒന്ന് പോയാ മതി നിന്റെ വീട്ടിലോട്ട്, ഞാൻ നിന്നോടുകൂടെ അവിടെ ഇരിക്കും, അവിടെ ദൈവപ്രവൃത്തി ഞാൻ വെളിപ്പെടുത്തും. Amen, hallelujah. His first prayer was refused, hallelujah, and he was told that you don't need to stay with me, but you need to go to your family and share, and I will be with you. ഇവരോടുകൂടെ കർത്താവിന്റെ കൈ ഉണ്ടായിരുന്നതുപോലെ അവനോടുകൂടെ കർത്താവിന്റെ കൈ ഉണ്ടായിരുന്നു. Just like the hand of God was with the church at Antioch, the hand of God was with this man also. ദക്കപ്പൊലി ദേശം സുവിശേഷീകരിച്ചത് അവൻ ഒരു പിശാച് പിടിച്ച ഒരു മനുഷ്യൻ. അവന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പിശാചിനാൽ ബാധിക്കപ്പെട്ടവനാണ്. I mean, the man who was demon possessed and with legions, he was the man who ministered to the cities of Decapolis, and the word was given to them. കർത്താവിന്റെ നാമം നിന്റെ അതരങ്ങളിലുണ്ടോ? കർത്താവിന്റെ കൃപ നിന്റെ ജീവിതത്തിലുണ്ടോ? നിന്നെ മാറ്റി നിർത്തുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. നിന്നെ തടയുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. I mean, if the word of God is in your mouth, if the word God is, hallelujah, with the grace of God is with you, no power in this world is able to stop you. God is going to back you. ഇതാണ് ദൈവവചനത്തിന്റെ സത്യം. I mean, that is the truth behind a Christian. ഇതാ സഭാ വളർച്ചയുടെ തിയോളജി. And that is the theology behind the growth of a church. ഹല്ലേലൂയ. ഇത് പഠിച്ചവന്റെ തിയോളജി അല്ല, ഇത് ദൈവത്തിന്റെ തിയോളജിയാണ്. I mean, it is not the theology of the one who has learned, it is the theology of the one who has received the grace from God. ആമേൻ. സഭ കർത്താവിൻ്റെതാണെങ്കിൽ കർത്താവിന്റെ തിയോളജിയിൽ നമ്മൾ നിന്നാൽ ദൈവസഭ വളരുവാനിടയായി തീരും, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. I mean, if we, hallelujah, believe in this truth, hallelujah, God will make things grow, because it is the one God who gives the grace to things to grow. ഇത് ഇവിടെ നടക്കപ്പെടണം. I mean, it should happen in this ആമേൻ. place. നിങ്ങളുടെ നാവിൽ കർത്താവിന്റെ നാമമുണ്ടെങ്കിൽ, കർത്താവിനെ കുറിച്ച് പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ, കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഇടയായി തീരും, ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ഇടയായി തീരും. ആമേൻ. സിറക്യൂസിലുള്ള പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ചരിത്രം മാറുവാൻ ഇടയായി തീരും. ഒരു പുതിയ ചരിത്രം ഇവിടെ എസ്റ്റാബ്ലിഷ് ആകുവാൻ ഇടയായി തീരും. A new history, a renewed thing will happen in this place of Syracuse. If the name of God is in your mouth, if the grace of God is in your life, this
place, hallelujah, shall be changed. ആമേൻ. ഇതാണ് ദൈവത്തിന് വേണ്ടത്. ഇതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. I mean, this is what God desires, and this is what the word of God teaches you. ആമേൻ. ഇതിനു വേണ്ടി കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ട് ഈ സമയം അനുവദിച്ചു തന്ന പ്രിയപ്പെട്ടവരായ നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. With these words I would like to end. Hallelujah. കൃപാ കൃപാ എന്നാർത്തുകൊണ്ട് കൃപാസന തോടടുത്തിടുക കൃപാ